കുടകിലെ തെടിയാൻറ്റമോൾ മലനിരകളിൽ കാണാതായി 4-ാം ദിവസം സുരക്ഷിതയായി തിരിച്ചെത്തിയ നാദാപുരം സ്വദേശി ശരണ്യയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുറുകുന്നു. ശരണ്യയുടെ മടങ്ങിവരവ് വലിയ ആശ്വാസമാണെങ്കിലും അവർ വിവരിച്ച അതിജീവന കഥയിലെ ലോജിക് ചോദ്യം ചെയ്ത് പർവ്വതാരോഹകരും പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തിയതോടെയാണ് സംഭവം വിവാദമായത്. ആരെ വിശ്വസിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ശാസ്ത്രീയമായോ പ്രായോഗികമായോ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് വിദഗ്ധരുടെ പക്ഷം. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിലും ശരണ്യ സുരക്ഷിതയായി തിരിച്ചെത്തി എന്ന യാഥാർത്ഥ്യത്തിനാണ് ഒരു വിഭാഗം മുൻഗണന നൽകുന്നത്. ഓരോരുത്തരുടെയും അതിജീവനശേഷിയും മാനസിക കരുത്തും വ്യത്യസ്തമായിരിക്കുമെന്നും അനുഭവസ്ഥരുടെ വാക്കുകളെ പുച്ഛിച്ചു തള്ളുന്നത് ശരിയല്ലെന്നും ഇവർ വാദിക്കുന്നു. ശരണ്യയുടെ മനോധൈര്യത്തെ അഭിനന്ദിക്കുന്നവർ വിദഗ്ധരുടെ വിമർശനങ്ങളെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. പ്രമുഖ പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ ഉയർത്തിയ വിമർശനങ്ങളാണ് ചർച്ചകൾക്ക് ചൂടുപിടിപ്പിച്ചത്. എല്ലാവരും മണ്ടന്മാരാകരുത്, ഇതിൽ എന്തോ പന്തികേടുണ്ട് എന്നാണ് അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചത്. ഒരു കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടുപോയ ആളിന്റെ സ്വാഭാവിക പരിഭ്രാന്തിയോ അതിജീവനത്തിനായുള്ള വെപ്രാളമോ ശരണ്യയുടെ വിവരണങ്ങളിൽ കാണാനില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കാടിന്റെ രാത്രികാല ഭീകരതയെക്കുറിച്ച് അറിവുള്ളവർക്ക് ശരണ്യയുടെ മൊഴികൾ അവിശ്വസനീയമായി തോന്നുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഭക്ഷണമില്ലാതെയും ഉറക്കമില്ലാതെയും 4 ദിവസം കാട്ടിൽ കഴിഞ്ഞ ഒരാളുടെ ശാരീരിക ലക്ഷണങ്ങളൊന്നും തിരിച്ചെത്തിയ ശരണ്യയിൽ കണ്ടില്ലെന്നതാണ് പ്രധാന വിമർശനം. സാധാരണഗതിയിൽ ഇത്രയും ദിവസം വനത്തിലകപ്പെട്ടാൽ കടുത്ത നിർജ്ജലീകരണവും മാനസിക സമ്മർദ്ദവും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴോ ദൃശ്യങ്ങളിലോ അത്തരമൊരു അവശത ശരണ്യ പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഹസൻ ഖാൻ ഉയർത്തുന്നത്. കാലുവേദന കാരണം അവിടെ വിശ്രമിച്ചു എന്ന ശരണ്യയുടെ മൊഴി ഒരു സുഖവാസ കേന്ദ്രത്തെ അനുസ്മിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. ഒരു കൊടുങ്കാട്ടിൽ അകപ്പെട്ടാൽ എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനാണ് ഏതൊരാളും ശ്രമിക്കുക. ഡ്രോൺ വരുമെന്ന് പ്രതീക്ഷിച്ച് ഒരിടത്ത് തന്നെ തുടർന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്നും ഹസൻ ഖാൻ പറയുന്നു. അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ ഇത്തരം തീരുമാനങ്ങൾ അസ്വാഭാവികമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വിജയകുമാർ ബ്ലാത്തൂരും ഈ സംശയങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. തടിയാൻറ്റമോൾ മലനിരകളുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള അദ്ദേഹം അവിടെ വഴിതെറ്റിയാൽ പോലും 4 ദിവസം കാടിനുള്ളിൽ കഴിയേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് വ്യക്തമാക്കുന്നു. എങ്ങോട്ട് നടന്നാലും 10-12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജനവാസ മേഖലയിലോ റോഡിലോ എത്താൻ കഴിയുന്ന ഇടമാണിതെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഇത്രയും ആരോഗ്യവതിയായ ഒരു യുവതിക്ക് 4 ദിവസം അവിടെ വഴി കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പുൽമേടുകളിൽ എത്തിയാൽ തിരച്ചിൽ നടത്തുന്നവരെ കണ്ടെത്താൻ എളുപ്പമാണ്. വന്യമൃഗങ്ങളുള്ള മേഖലയിൽ ഒരിടത്ത് തന്നെ 4 ദിവസം സുരക്ഷിതയായി കഴിഞ്ഞു എന്നതിലും അദ്ദേഹം പന്തികേട് മണക്കുന്നു. ശരണ്യയുടെ ഓരോ വാക്കിനെയും കീറിമുറിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രെക്കിംഗ് പാതയിലെ പിഴവുകളാണോ അതോ ശരണ്യയുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണോ ഇത്രയും ദിവസം നീണ്ടുപോയ ദൗത്യത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ശരണ്യ തയ്യാറായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശരണ്യയെ അനുകൂലിക്കുന്നവരും ഷെയ്ഖ് ഹസൻ ഖാനെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ ചേരിതിരിഞ്ഞുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ശാസ്ത്രീയമായ വശങ്ങളും പ്രായോഗികമായ അനുഭവങ്ങളും മുൻനിർത്തി ഇരുപക്ഷവും വാദങ്ങൾ നിരത്തുന്നു. ട്രെക്കിംഗ് പോലുള്ള സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ സംഭവം ഒരു വലിയ പാഠമാണെന്ന് എല്ലാവരും ഒരേപോലെ സമ്മതിക്കുന്നുമുണ്ട്.